ശ്രീ റെജി ലൂക്കോസ്, വിവാദ പരാമർശം ശ്രദ്ധിച്ചിരിക്കുമല്ലോ വിജയരാഘവന്റെ. എന്തായാലും രാഹുൽ വയനാട്ടിൽ വിജയിക്കാൻ കാരണം മുസ്ലിം വർഗീയ ചേരിയുടെ പിന്തുണയോടെ എന്ന് തന്നെയാണ് പറയുന്നത്. എന്ന് മാത്രമല്ല, അവിടെ തീരുന്നില്ല. പ്രിയങ്കയുടെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ഘോഷയാത്രയുടെ മുന്നിലും പിന്നിലും അണിനിരന്നത് മോശപ്പെട്ട വർഗീയ ഘടകങ്ങളെന്നും വിജയരാഘവൻ പറഞ്ഞു വയ്ക്കുമ്പോൾ മുസ്ലിം ലീഗ് നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. CPM എന്താണ് ഉദ്ദേശിക്കുന്നത് വിജയരാഘവനിലൂടെ? പണ്ട് 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കോലി വിസക്കും പരസ്യമായിട്ട് കേരളത്തിലുണ്ടായിരുന്നു. അവർ വടകര ലോക്സഭാ സീറ്റിലേക്കും ബേപ്പൂർ നിയമസഭാ സീറ്റിലേക്കും പരസ്യമായിട്ട് തന്നെ വൈരുദ്ധ്യമായ രീതിയിലുള്ള കൂട്ടുകെട്ട് മത്സരിച്ച് കേരളത്തിൽ ലജ്ജിപ്പിച്ചതാണ്. ഇപ്പോൾ കഴിഞ്ഞ 2 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും ലോക്സഭയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലും പരസ്യമായിട്ടാണ് കോൺഗ്രസും SDPയും വെൽഫെയർ പാർട്ടിയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ട് നേടി അവരുടെ നേതൃത്വത്തിൽ തന്നെ പ്രചരണം നടന്നത്. അതിപ്പം സ്വാഭാവികമല്ലേ അങ്ങനെ ഒരു വിമർശനം കേരളത്തിൽ ഉയർത്തുക എന്നുള്ളത്. കോൺഗ്രസിന്റെ മതേതര മുഖംമൂടി എന്ന് പറയുന്നത് വ്യാജമാണെന്നുള്ളത് കേരളം എത്ര പ്രാവശ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവിടെ വർഗീയ ശക്തികളുടെ അതായത് തീവ്ര വർഗീയ വിഭാഗത്തിൽപ്പെട്ടവരുടെ വോട്ട് പരസ്യമായിട്ട് നേടി അവര് വിജയാഹ്ലാദം സന്ദർഭങ്ങളെല്ലാം കേരളത്തിൽ കണ്ടപ്പോൾ അതിനെ വിമർശിക്കാവുന്നൊരു ധാർമ്മികത മതേതരത്തിൽ വിശ്വസിക്കുന്ന CPM ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമല്ല. അത് അദ്ദേഹം തുറന്നു പറഞ്ഞു. അത് കോൺഗ്രസിനെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. കോൺഗ്രസ് തന്നെ ഇപ്പൊ ആപ്പാട് നിരാശയിലാണ്. കഴിഞ്ഞ 3 കോൺഗ്രസ് പാർട്ടി ഇപ്പൊ നേരിടുന്ന കേരളത്തിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയിലാണ്. VD സതീശൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏകാധിപതിയെ പോലെ കോൺഗ്രസിനെ നയിച്ചുകൊണ്ടിരുന്ന ചെയർമാനായിട്ട്, പ്രതിപക്ഷ നേതാവായിട്ട്, UDF ചെയർമാനായിട്ടും പ്രതിപക്ഷ നേതാവായിട്ട് നയിച്ചുകൊണ്ടിരുന്ന ഞാൻ എന്റെ എന്ന് നാക്കെടുത്താൽ കേരളത്തിലുള്ള ഇന്ത്യയെ പോലും ഒരു രാഷ്ട്രീയ നേതാവ് പറയാത്ത രീതിയിലുള്ള അഹംഭാവത്തിന്റെ ധിക്കാരത്തിന്റെയും വെള്ളപ്രദേശം പറഞ്ഞതാണ് ഭാഷയിൽ. അത് കേരളത്തിൽ ജനങ്ങൾക്ക് പറയാം. സംസാരിച്ചുകൊണ്ട് കുറെ ചെറുപ്പക്കാരെ മുന്നിൽ നിർത്തി മുതിർന്ന ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പാർട്ടിക്ക് അടിത്തറ ഉണ്ടാക്കിക്കൊടുത്തുള്ള മുതിർന്ന നേതാക്കന്മാരെ എല്ലാം വെട്ടി നിരത്തി മുമ്പോട്ട് പോയ VD സതീശനെതിരെ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ രമേശ് ചെന്നിത്തല ഇപ്പോൾ 2ാം പ്രതിപക്ഷ നേതാവിനെ പോലെ രംഗത്തിറങ്ങിയിരിക്കുന്നു. അതിന് സാക്ഷാൽ മുതിർന്ന നേതാക്കന്മാരെല്ലാം പിന്തുണ കൊടുത്തിരിക്കുന്നു. കെ മുരളീധരൻ പിന്തുണ കൊടുത്തിരിക്കുന്നു. എന്തിനാണ് ഇന്ന് രമേശ് ചെന്നിത്തല സമുദായ നേതാക്കന്മാരെ കാണുന്നതൊക്കെ നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് KC വേണുഗോപാൽ രംഗത്തിറത്തിയിരിക്കുന്നു. KC വേണുഗോപാൽ എന്ന് പറയുന്ന ഇദ്ദേഹത്തിനെ 22 MLA-മാരിൽ 18 MLA-മാരുടെ പിന്തുണയുണ്ടായിരുന്നു. ശ്രീ റെജി ലൂക്കോസ്, അത് കോൺഗ്രസിലെ ആഭ്യന്തര കാര്യം. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് വിജയരാഘവന്റെ ഈ വർഗീയ പരാമർശമാണ്. അതായത് രാഹുൽ വിജയിക്കുന്നതിനുള്ള കാരണം മുസ്ലിം വർഗീയ ചേരി എന്ന് പറയുമ്പോൾ നമുക്കറിയാം മുസ്ലിം ലീഗിന്റെ പിന്തുണ വയനാട്ടിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അത് തുറന്നു പറയുക തന്നെയാണോ? മുസ്ലിം ലീഗ് എന്നുള്ളത് ഒരു വർഗീയ പാർട്ടി എന്നാണോ CPM-ന്റെ നിലപാട്? അങ്ങനെയാണെങ്കിൽ മുൻപ് CPM സ്വീകരിച്ച പല നിലപാടുകളും കൂടി ചോദ്യം ചെയ്യപ്പെടുകയാണ്. നമുക്കറിയാം 2022 MV ഗോവിന്ദൻ തന്നെയാണ് പറഞ്ഞത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഒരു മതേതര പാർട്ടിയാണ് എന്നുള്ളത്. പിന്നീട് എപ്പോഴാണ് ഈ രാഷ്ട്രീയ വ്യതിചലനം വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അല്ല, MV ഗോവിന്ദൻ മാഷ് മാത്രമല്ല, ലീഗിനെ ഒരു മതേതര മുഖച്ഛായുള്ള പാർട്ടിയാണെന്നുള്ളതും കേരളത്തിലെ CPM-ന്റെ മുതിർന്ന നേതാക്കൾ ഒപ്പം ഇപ്പൊ എന്നെ പോലുള്ള ചാനൽ ചർച്ചകളിൽ വരുന്നവരൊക്കെ ആ ഒരു രീതിയിൽ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. സംശയമില്ല. ഇന്നും മുസ്ലിം ലീഗിലെ ഏറ്റവും സമ്പന്നതനായ കേരളം മതേതരത്തിന്റെ മതേതരത്തിന്റെ ഒരു മുഖമായിട്ട് തന്നെ കേരളം വളരെ ബഹുമാനത്തോടെ കാണുന്ന നേതാവുണ്ട്, PK കുഞ്ഞാലിക്കുട്ടി. അദ്ദേഹത്തിന് ഒരിക്കലും ഒരു മതവാദിയായിട്ട്, ഒരു വർഗീയവാദിയായിട്ട് ഞങ്ങൾ ഇന്നും അന്നും കാണുന്നില്ല. പക്ഷേ ഈ സമീപകാലത്ത് മുസ്ലിം മാറ്റം ഒന്ന് ആലോചിച്ച് നോക്കും. ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലും അതുപോലെ തന്നെ മലപ്പുറം ജില്ലയായിട്ട് വന്നപ്പെട്ട ചില പ്രശ്നങ്ങളിലും മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങളെ വക്രീകരിച്ചുകൊണ്ടും ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ എന്താ പറയാ തീവ്ര വർഗീയ പാർട്ടി പ്രസ്ഥാനങ്ങളായ SDP ആയിട്ടും നേരത്തെ ഞാൻ പറഞ്ഞ SDP ആയിട്ട് അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ളവരായിട്ട് കൂട്ടുപിടിച്ച് അവരാണ് ശരിയെന്നും പറഞ്ഞുകൊണ്ട് നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളും വാഗ്വാദങ്ങളൊക്കെ ഈ പാർട്ടിയുടെ മതേതര മുഖം വ്യാജമാണെന്ന് തെളിഞ്ഞില്ലേ? അത് സ്പഷ്ടമായിട്ട് കേരളം തിരിച്ചറിഞ്ഞില്ലേ? ഒരു തരത്തിൽ പോലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വർഗീയ മുഖം പ്രകടിപ്പിച്ച മുസ്ലിം ലീഗിനെ വർഗീയ പാർട്ടിയാണ്, അതൊരു വർഗീയ മുഖമുള്ള ഒരു പാർട്ടിയാണെന്നുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറഞ്ഞു. ഇനി അവർക്ക് മതേതര കക്ഷി എന്ന് പറഞ്ഞ് ഉള്ള വ്യാജനെ രാഷ്ട്രീയത്തിൽ നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് അദ്ദേഹം വളരെ വസ്തുതയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത, കേരളത്തില് ഇത്തരം വർഗീയ കൂട്ടുകളുടെ ദേശവിരുദ്ധരായിട്ടുള്ള മുസ്ലിം പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പോലുള്ളവർ അല്ലെ RSS-നെ പോലുള്ള തീവ്ര ഹിന്ദുത്വവാദികളെ പോലുള്ള. ശരി ശ്രീ റെജി ലൂക്കോസ്, അത് തന്നെയാണ് പറഞ്ഞത്. ഈ രാഷ്ട്രീയ ചുവടുമാറ്റം എന്ന് പറയുന്നത് ഓരോ തെരഞ്ഞെടുപ്പിലും മാറി മറിയുമോ എന്നുള്ളത്.